അതെ, ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് ആ വൈബ് എന്ന് പറയുന്ന ക്ലോസറ്റ് ഞാൻ സെലക്ട് ചെയ്തെടുത്തത്. ഇപ്പൊ ഫ്ലഷ് ചെയ്യുമ്പോൾ വെള്ളം മൊത്തം സ്പില്ലായിട്ട് പോവാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കിത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തന്നെ. ഇത് ലാസ്റ്റ് ടൈം നമുക്ക് കോട്ടയത്ത് നിന്നുള്ളൊരു കസ്റ്റമർ റേസ് ചെയ്തൊരു കൺസേൺ ആയിരുന്നു. ആള് കോളറിന്റെ വൈവ് ക്ലോസറ്റ് ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ സ്പില്ലേജ് ഇഷ്യൂ ചിലപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും, നേരിട്ടിട്ടുണ്ടാവും. സോ അതിന്റെ ബാക്കിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. കോളർ വൈവ് WC ട്രൂ റിംലെസ് ഡിസൈൻ ആയിട്ടാണ് വരുന്നത്. ഇതിന്റെ എഞ്ചിനീയർഡ് റിം ഡിസൈൻ ആൻഡ് കൺട്രോൾ ഫ്ലോ സിസ്റ്റം വെള്ളം ബൗളിന്റെ ഉള്ളിൽ തന്നെ സർക്കുലേറ്റ് ചെയ്ത് മാക്സിമം സ്പില്ലേജ് കുറയ്ക്കും. ഈ WCയുടെ ഒപ്പം വി ഹാവ് എ ഫ്ലോ റെസിസ്റ്റർ. മിക്കവാറും എല്ലാവരും അതിനെ ശ്രദ്ധിക്കാതെ അത് കളയുകയാണ് ചെയ്യാറ്. അത് എന്തിനാന്ന് പലർക്കും അറിയില്ല. ഇത് വാട്ടർ പ്രഷർ റെഗുലേറ്റ് ചെയ്യും, യൂണിഫോം ക്ലീനിങ് എൻഷുർ ചെയ്യും, വെള്ളം പുറത്തേക്ക് തെറിക്കില്ല. WC ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഡിസൈൻ മാത്രമല്ല പെർഫോമൻസും ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മൾ ഓരോ പാർട്സും അതിന്റെ ഇൻസ്റ്റലേഷന് വേണ്ടി തരുമ്പോൾ അതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക.